അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. പറഞ്ഞു. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഡോക്ടർ ജിൻഷയെ ഷീൽഡ് നൽകി ആദരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡൽ നമുക്ക് ലഭിക്കുകയാണ്. ആ ഗോൾഡ് മെഡൽ ലഭിക്കുമ്പോൾ തീർച്ചയായും വിവാഹം കഴിഞ്ഞിട്ട് അത്തരം ഒരു പഠനത്തിലേക്ക് പോകാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സന്നദ്ധമാകുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ്. പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞാലാണ് പഠനമൊക്കെ സാധാരണ പിന്നോട്ട് പോകുന്നത്. വെച്ചാൽ പലതരം തടസ്സങ്ങൾ വരും. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. എന്നാൽ അതിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെന്ന് നല്ല തെളിവാണ്. അതിനുശേഷമാണ് നിരവധിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവർക്ക് ആർജിക്കാൻ കഴിയും. നമുക്കറിയാം, എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ ആർക്ക് നമുക്ക് കിട്ടുമ്പോഴും അതിൻ്റെ പിന്നിൽ നല്ലവണ്ണം സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാനൊരു സലീമൊക്കെ ഉണ്ട്. ഞങ്ങൾ പണ്ട് നമ്മൾ പഠിച്ച H.G. വെൽസിൻ്റെ ഒരു ആത്മകഥ, ഓട്ടോബയോഗ്രഫി ഉണ്ട്. ആത്മകഥ H.G. വെൽസിന്. ഹെർബർട്ട് ജോർജ് വെൽസ് എന്ന് പറയുന്ന കുട്ടി, അദ്ദേഹം അന്ന് പഠിക്കുന്ന കാലത്ത് ഒരു അനുഭവം പറയുന്നുണ്ട്. 5ോ 6ോ ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഹെർബർട്ട് ജോർജ് വെൽസ് എന്ന് പറയുന്നത് പഠിക്കാൻ ഏറ്റവും താഴെയായിട്ട് ഏറ്റവും മോശപ്പെട്ട കുട്ടിയാണ്, അല്ലെങ്കിൽ പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിയാണ് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ വീണ് കാല് ഒടിയാണ്. ഒടിഞ്ഞ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് ഇന്നത്തെ പോലെ സംവിധാനം ഇന്നിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് എത്ര സമയം ഉണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല. പണ്ടത്തെ കാലത്ത് ഇതുപോലെ ഒരു സൗകര്യം ഇല്ലാത്ത സമയത്ത് വായന മാത്രം ഉള്ള സമയത്ത് ഡോക്ടർ സമയം കളയുന്നതിന് വേണ്ടി കുട്ടിക്ക് ഒരു പുസ്തകം കൊടുക്കുകയാണ്. പുസ്തകത്തിനോട് അത്രയും അലർജി, ദേഷ്യം ഹെർബർട്ടിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ആദരമൊരുക്കിയത്. K.M. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ സിദ്ദിഖ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ആബിദ്, ഡോക്ടർ ജിൻഷ നന്ദിയും മറുപടി പ്രസംഗവും നടത്തി. പീഡിയാട്രീഷ്യനായ ഡോക്ടർ അബ്ദുൽ ജലീലിന്റെ പുത്രിയും ബിദുന്റെ ഭാര്യയുമായ ഡോക്ടർ K.A. ജിൻഷ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS, ചെന്നൈ മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും UK-യിൽ നിന്നും MRCP-യും ഡോക്ടർ K.A. ജിൻഷ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. Yes.